ഇത് കയറാൻ മേലാത്ത ഒരു വണ്ടിയാണ് ഇതിലെ വന്നത്. ഇതിപ്പോ മിക്കവാറും താഴെ പോകും ഉടനെ, വലിയ താമസം. ഇത് കുലുങ്ങുന്നുണ്ട്. ഇപ്പൊ എന്താ ഒരു വണ്ടി പോയി കുലുങ്ങുന്നുണ്ട്. കുഴി ആരും കാണുന്നില്ല, വരുന്നവര് വിട്ടങ്ങ് പോകും. രാത്രിയാകുമ്പത്തേ വെട്ടം കുറവല്ലേ വണ്ടി. ഇപ്പോഴത്തെ ഈ ഒരു പാലത്തിന്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് ഈ ഒരു കാഴ്ചയിൽ നിന്ന് വ്യക്തമാണ്. മൊത്തം പൊട്ടിപ്പൊളഞ്ഞ് വാഹനങ്ങൾക്ക് പോകാൻ പോലും പറ്റാത്ത രീതിയിലാണ് ഈ ഒരു പാലത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഇരുചക്ര വാഹന യാത്രക്കാരെയാണ് ഇത് കൂടുതലായിട്ടും ബാധിക്കുന്നത്. രാത്രികാലങ്ങളിൽ ഇതുവഴി യാത്ര ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് വലിയൊരു അപകട ഭീഷണിയായി മാറുകയാണ്. നടുവ് കലങ്ങും ഇടപാടില്ല, വണ്ടിക്ക് പണി എപ്പോഴും വരുന്നു വന്നോണ്ടിരിക്കും. ഈ പാലത്തെ കയറിയിട്ടുള്ള പണി നമുക്ക് കുലുങ്ങ നടുവ് വണ്ടി പൊത്തോന്നും പറഞ്ഞ് അടിക്കും. അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. MLA പണിത പാലോ ഇതുവരെ ഒന്നും ചാർജ് ചെയ്യാനുള്ള അനുവാദം. ഈ പാലം പണിതിട്ട് 5 പൈസ കഴിഞ്ഞിട്ട് മുടക്കിയിട്ടില്ല. 10 പൈസ പോലും കഴിഞ്ഞിട്ട് ഒരു മെയിൻ്റനൻസോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ഇതിപ്പം താഴെ വീഴും ഉടനെ. ആയിരക്കണക്കിന് വണ്ടിയാണ് ഇതിൽ ഡെയിലി വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഇത് കയറാൻ മേലാത്ത ഒരു വണ്ടിയാണ് ഇതിലെ വന്നത്. ഇതിപ്പോൾ മിക്കവാറും താഴെ പോകും ഉടനെ, വലിയ താമസം. കുഴി ആരും കാണുന്നില്ല, വരുന്നവര് വിട്ടങ്ങ് പോകും. രാത്രിയാകുമ്പത്തേ വെട്ടം കുറവല്ലേ വണ്ടിക്ക്. ഈ മൂലവട്ടത്ത് ദിവാങ്കോല, കടുവാക്കുളം, ഈ പൂവന്തുരുത്ത് പ്രദേശത്തുള്ള ആളുകൾ, പ്രത്യേകിച്ച് എരമല്ലൂർ ഭാഗത്ത് പുതുപ്പള്ളി നിന്നൊക്കെ വളരെ പെട്ടെന്ന് കോട്ടയം പട്ടണത്തിലേക്ക് വരാൻ പറ്റുന്ന സുതാര്യമായ വളരെ പെട്ടെന്നുള്ള ഒരു വഴിയാണിത്. ഇത് ഈ അടുത്ത കാലത്ത് മേൽപ്പാലം പണിത ശേഷം നാളിതുവരെയായി ഇതിൻ്റെ മെയിൻ്റനൻസ് എന്ന രീതിയിൽ 1 രൂപയുടെ പണി ഈ വഴിയുമായി ബന്ധപ്പെട്ടോ പാലവുമായി ബന്ധപ്പെട്ടോ ചെയ്തിട്ടില്ല. രാവിലെ ഒരു 100 കണക്കിന് ആളുകൾ, ആയിരക്കണക്കിന് കുട്ടികളും ഈ കോട്ടയം പട്ടണത്തിലെ സ്കൂളിലാണ് പഠിക്കുന്നത്. കോളേജിലും സ്കൂളിലും തൊഴിൽശാലയിലൊക്കെ പോകുന്ന ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഈ പാലത്തെ കയറിയാൽ ഒരു വണ്ടിയെ മുട്ടുന്ന തരത്തിലുള്ള കട്ടറാണ് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഫ്രണ്ടേ പോകുന്ന വാഹനം ഏത് സമയത്ത് ബ്രേക്ക് ചവിട്ടുമെന്നോ ഏത് സമയത്ത് വെട്ടിക്കുമെന്നോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ ഒരു ഭാര്യയും ഭർത്താവും ഒരു ബൈക്കിൽ യാത്ര ചെയ്ത് നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ഒരു ജീവനക്കാരൻ ഭാര്യയും കൂടി വണ്ടി അപകടത്തിൽ മരണപ്പെട്ടതാണ്. പ്രത്യേകിച്ച് നാട്ടകം പ്രദേശത്തെ കൊടുമലയ്ക്ക് ഇപ്പുറത്തും ഈ പാലവുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ ക്രമീകരിച്ചില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. അധികാരികൾ ശ്രദ്ധിക്കാതെ പോകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഭാരവണ്ടികൾ കൂടുതലാണ്. കുമാരനെല്ലിനെ പോലെ അല്ല ഇവിടെ. കുമാരനെല്ലും കോട്ടയവും നാട്ടകവും ഒരുപോലെ പണിത പാലമാണെങ്കിലും നമുക്കിപ്പോൾ ഈ പാലത്ത് നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുലുക്കം അനുഭവപ്പെടുന്നുണ്ട്. കാരണം ഇവിടെ ഇൻഡസ്ട്രി ഏരിയ എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഉള്ളതുകൊണ്ട്, വ്യവസായ സ്ഥാപനമാണ്. ആയിരക്കണക്കിന് ചെറുകിട വ്യവസായ സ്ഥാപനങ്ങളുണ്ട്. അവിടേക്ക് മറ്റേ ഈ മാറ്റിൻ്റെ ആയാലും കരിങ്കലിൻ്റെ ആയാലും ക്രഷറിൻ്റെ ആയാലും പലവിധ ഭാരവണ്ടികൾ അടക്കം രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഒരുപാട് വണ്ടികൾ വരുന്നതുണ്ട്. പക്ഷേ ആ വണ്ടികളെല്ലാം ഇവിടെ പോകുമ്പോൾ ഈ പാലം കടന്ന് കുലുങ്ങുന്ന കാരണം സമീപത്തുള്ള ആളുകൾക്ക് വളരെ ഭയത്തോടെ, വളരെ ബുദ്ധിമുട്ടോടെ, പ്രയാസത്തോടെയാണ് ഇവിടെ ജീവിക്കുന്നത്. 2014 മൂലയുടെ റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് തുറന്നു കൊടുക്കുന്നത്. അതിനുശേഷമുള്ള അവസ്ഥയാണ് ഇത്രയും പൊട്ടിപ്പൊളിഞ്ഞ് നാശത്തിന്റെ വക്കിൽ നിൽക്കുകയാണ് ഈ ഒരു മേൽപ്പാലം ഇപ്പോൾ. എന്തായാലും മറ്റൊരു ദുരന്തമോ വലിയൊരു അപകടമോ ഉണ്ടാകുന്നതിന് മുമ്പെങ്കിലും നമ്മുടെ അധികാരികളൊന്ന് കണ്ണു തുറക്കട്ടെ, ഈ ഒരു കാഴ്ചകൾ കാണട്ടെ എന്നാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. കോട്ടയത്ത് നിന്ന് ടീം ജാഗ്രത.